ദക്ഷിണ അറ്റ്ലാന്റിക് സമുദ്രത്തിലെ MV ഹോണ്ടിയസ് എന്ന ഡച്ച് ആഡംബര കപ്പലിൽ ഹാൻഡ വൈറസ് ബാധ റിപ്പോർട്ട് ചെയ്തു. വൈറസ് ബാധയേറ്റ് 3 പേർ മരിക്കുകയും 8 പേർക്ക് രോഗം സ്ഥിരീകരിക്കുകയും ചെയ്തു. എന്നാൽ കോവിഡിനെ പോലെ വായുവിലൂടെ അതിവേഗം പടരുന്ന ഒന്നല്ല ഹാൻഡ വൈറസ് എന്ന് ലോകാരോഗ്യ സംഘടന വ്യക്തമാക്കി. ഹാൻഡ വൈറസ് ബാധയുടെ ആശങ്കയിലാണ് ലോകം. 2 ഇന്ത്യക്കാരും കപ്പലിലുണ്ടെന്ന് MV ഹോണ്ടിയസ് അധികൃതർ സ്ഥിരീകരിച്ചു. ഇവരുടെ പേരുവിവരങ്ങളും ആരോഗ്യസ്ഥിതിയും അടക്കമുള്ള വിശദാംശങ്ങൾ പുറത്തുവിട്ടിട്ടില്ല. 3 പേരാണ് ഇതുവരെ വൈറസ് ബാധിച്ചു മരിച്ചത്. 149 യാത്രക്കാരുമായി പശ്ചിമ ആഫ്രിക്കൻ തീരത്തുള്ള MV ഹോണ്ടിയസ് ഡച്ച് ആഡംബര കപ്പലിലാണ് വൈറസ് ബാധ സ്ഥിരീകരിച്ചത്. കപ്പലിലെ യാത്രക്കാരായ 3 പേർക്ക് വൈറസ് ബാധ കാരണം ജീവൻ നഷ്ടമാവുകയും 8 പേർക്ക് രോഗം സ്ഥിരീകരിക്കുകയും ചെയ്ത സാഹചര്യത്തിലാണ് ലോകമെമ്പാടും രോഗത്തെക്കുറിച്ച് ആശങ്ക ഉയർന്നത്. എന്നാൽ കപ്പലിൽ പടർന്ന ഹാൻഡ വൈറസ് മാരക പകർച്ചവ്യാധിയാകാൻ സാധ്യതയില്ലെന്ന് UN ആരോഗ്യ സംഘടന വ്യക്തമാക്കി. രോഗിയുമായി വളരെ അടുത്ത സമ്പർക്കം പുലർത്തുന്നവരിലേക്ക് മാത്രമേ രോഗബാധ പടരുകയുള്ളൂ എന്ന് ലോകാരോഗ്യ സംഘടന പറയുന്നു. പ്രധാനമായും എലികളുടെ വിസർജ്യത്തിലൂടെയും ഉമിനീരിലൂടെയും മനുഷ്യരിലേക്ക് പടരുന്ന ഈ വൈറസ് ശ്വാസകോശത്തെയും വൃക്കകളെയുമാണ് ബാധിക്കുന്നത്. ഏപ്രിൽ ആദ്യം അർജന്റീനയിൽ നിന്ന് യാത്ര തിരിച്ച കപ്പലിൽ പനിയും ശ്വാസതടസ്സവും മൂലമാണ് ആദ്യ മരണം സംഭവിച്ചത്. എന്നാൽ ആദ്യ മരണം റിപ്പോർട്ട് ചെയ്തതിന് പിന്നാലെ രോഗബാധയുള്ളവരെ ഐസൊലേറ്റ് ചെയ്യാതെ വിനോദ പരിപാടികളും ഭക്ഷണ വിതരണവും സാധാരണ രീതിയിൽ തുടർന്നതാണ് വൈറസ് വ്യാപിക്കാൻ കാരണമെന്നും ആരോപണം ഉയരുന്നുണ്ട്. ഇന്റർനാഷണൽ ഡെസ്ക്, കേരള പ്രണാമം.